അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കില്ലറിൽ ഒരാളാണ് ടെഡ് ബണ്ടി എന്ന തിയോഡർ റോബർട്ട് ബണ്ടി. ഒരു കാലത്ത് അമേരിക്കയുടെ ഉറക്കം കെടുത്തിയാൾ. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളായിരുന്നു അയാളുടെ ഇരകളിലേറെയും. 30-ലേറെ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയതിന് അയാളെ വൈദ്യുത ഷോക്ക് നൽകി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇപ്പോഴും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന 30-ലേറെ കൊലപാതക കേസുകൾക്ക് പിന്നിൽ ഇയാളെന്നാണ് സൂചന. നിരവധി സ്ത്രീകളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച് രസിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ക്രൂരനായിരുന്നു ടെഡ് ബണ്ടി. രാത്രികാലങ്ങളിൽ കൊലപാതകം നടത്തി രാവിലെ ജോലിക്ക് പോകുന്ന അതിശാന്തനായ ഒരു ചെറുപ്പക്കാരൻ. പകൽ സമയങ്ങളിൽ ഇരകളെ തേടിയലയും. രാത്രിയാകുമ്പോൾ തട്ടിക്കൊണ്ടുപോകൽ. ഇതായിരുന്നു ടെഡ് ബണ്ടിയുടെ ശൈലി. അവസാനം വൈദ്യുതി കസേരയിൽ ഒടുങ്ങി അയാളുടെ ജീവിതം. അശ്ലീല ചിത്രങ്ങളോടുള്ള താല്പര്യമാണ് മെച്ചപ്പെട്ട കുടുംബത്തിൽ ജനിച്ചിട്ടും തന്നെ വഴിതെറ്റിച്ചതെന്നാണ് അവസാനമായി ആ വൈദ്യുതി കസേരയിൽ ഇരുന്നു കൊണ്ട് അയാൾ പറഞ്ഞത്. 7 സംസ്ഥാനങ്ങളിലായി 30-ലധികം സ്ത്രീകളെയാണ് ടെഡ് ബണ്ടി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. ഒരു ഉദ്യോഗസ്ഥനായോ ഒരു ശാരീരിക വൈകല്യമുള്ള ആളായോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സഹായം ആവശ്യപ്പെട്ടുകൊണ്ടോ ആയിരിക്കും ഇയാൾ പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനുശേഷം തന്റെ ഫോക്സ് വാഗൻ ബീറ്റൽ കാറിലേക്ക് അവരെ ബലം പ്രയോഗിച്ച് കയറ്റിയ ശേഷം നിഷ്ഠൂരമായി മർദ്ദിക്കുകയും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്യും. ഈ പെൺകുട്ടികളെ അതിക്രൂരമായി കൊല ചെയ്ത ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ മൃതദേഹങ്ങൾ വന്യമൃഗങ്ങൾ ഭക്ഷിക്കുന്നതിനായി കൊടും വനങ്ങളിൽ കൊണ്ടുതള്ളും. 1946 നവംബർ 24-ന് വടക്കു പടിഞ്ഞാറൻ പസഫിക് നഗരമായ വെർമോണ്ടിൽ എലീനർ ലൂയിസ് കോവൽ എന്ന അവിവാഹിതയായ അമ്മയ്ക്ക് ജനിച്ച മകനാണ് തിയോഡർ റോബർട്ട് ബണ്ടി. അമേരിക്കയിലെ സിയാറ്റിലാണ് ബണ്ടി തന്റെ ആദ്യ കുറ്റകൃത്യം നടത്തുന്നത്. 1974 ജൂൺ മാസത്തിലായിരുന്നു ആദ്യ തിരോധാനം നടന്നത്. ഓരോ മാസങ്ങൾ പിന്നിടുന്തോറും പടിഞ്ഞാറൻ അമേരിക്കയുടെ പലയിടങ്ങളിൽ നിന്നായി പെൺകുട്ടികളെ കാണാതെ പോകുന്നത് പതിവായി. കാണാതാകുന്ന ഒട്ടുമിക്ക പെൺകുട്ടികളും 17-നും 22-നും മധ്യേ പ്രായമുള്ള കാണാൻ ഭംഗിയുള്ളവരും കോളേജ് വിദ്യാർത്ഥിനികളുമായിരുന്നു. ഇതിൽ ഒരാൾ മാത്രമായിരുന്നു കോളേജ് വിദ്യാർത്ഥിനി അല്ലാതിരുന്നത്. എന്നാൽ ഈ മിസ്സിംഗ് കേസുകളുടെ പിന്നിൽ ഒരാൾ തന്നെയാണെന്നതിന് യാതൊരു തെളിവുകളും ഇല്ലായിരുന്നു. കിങ് കൗണ്ടിയിലെ 2 പെൺകുട്ടികളുടെ തിരോധാനമാണ് കില്ലർ ടെഡ് ബണ്ടിയിലേക്ക് പോലീസിനെ കൊണ്ടെത്തിക്കുന്നത്. 23 വയസ്സുള്ള ജാനിസ് ആൺ ഔട്ടിന്റെയും 18 വയസ്സുള്ള ഡെന്നിസ് നെസ്ലിനെയും കാണാനില്ലെന്ന പരാതിയാണ് ആദ്യമായി പോലീസിന് ലഭിക്കുന്നത്. അപ്പാർട്ട്മെന്റിലേക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ജാനിസ് എത്തിയില്ലെന്നും ബോയ്ഫ്രണ്ടിനും മറ്റ് 2 സുഹൃത്തുക്കൾക്കുമൊപ്പം സമീപത്തുള്ള തടാകത്തിൽ നടക്കാൻ പോയ ഡെന്നിസ് റെസ്റ്റ് റൂം ഉപയോഗിക്കാനായി പോയ ശേഷം തിരികെ വന്നില്ല എന്നുമായിരുന്നു പരാതി. അടുത്തടുത്ത ദിവസങ്ങളിലായി ഈ 2 മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ അന്വേഷണത്തിനായി സിറ്റിയുടെ പല ഭാഗങ്ങളിലായി പോലീസുകാരെ ഏർപ്പെടുത്തി. പെൺകുട്ടികളുടെ വിവരങ്ങൾ ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് ടെലിവിഷനിലൂടെയും നോട്ടീസിലൂടെയും ഒക്കെ പോലീസ് അറിയിച്ചു. പാർക്കിൽ വെച്ച് ജാനിസിനെ പോലെ തോന്നിക്കുന്ന പെൺകുട്ടി പ്ലാസ്റ്റർ ധരിച്ച മെലിഞ്ഞു വെളുത്ത ഒരു ചെറുപ്പക്കാരനൊപ്പം പോകുന്നത് കണ്ടതായി പിറ്റേ ദിവസം ഒരു ദൃക്സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ചു. കയ്യിൽ പ്ലാസ്റ്റർ ധരിച്ച യുവാവ് ആ പെൺകുട്ടിയോട് അയാളുടെ ബോട്ട് കാറിന് മുകളിലേക്ക് കയറ്റാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നതായും അയാളുടെ പേര് ടെഡ് എന്നാണെന്ന് പറയുന്നത് കേട്ടതായും മറ്റൊരു ദൃക്സാക്ഷി വിളിച്ചു പറഞ്ഞു. പിന്നീട് ഇയാളെക്കുറിച്ച് വിവരം നൽകിക്കൊണ്ടുള്ള നിരവധി കോളുകളാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ബോട്ട് കാറിന് മുകളിലേക്ക് കയറ്റാൻ സഹായിക്കുമോ എന്ന് ചോദിച്ച് ഒരു കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട യുവാവ് തന്നെ സമീപിച്ചെന്നും അയാളെ സഹായിക്കാൻ ചെന്നപ്പോൾ ഇളം നിറത്തിലുള്ള ഫോക്സ് വാഗന്റെ കാർ കണ്ടെന്നും എന്നാൽ ബോട്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്ത മലയിലേക്ക് ചൂണ്ടി അവിടെയുള്ള കോട്ടേജിലാണെന്ന് പറഞ്ഞെന്നുമായിരുന്നു മറ്റൊരു പെൺകുട്ടി പറഞ്ഞത്. പന്തികേട് തോന്നിയതിനാൽ സഹായിക്കാൻ വിസമ്മതിച്ച് താൻ അവിടെ നിന്നും പോവുകയായിരുന്നുവെന്നും ആ പെൺകുട്ടി പറഞ്ഞു. എല്ലാവരും പറഞ്ഞതിൽ സാമ്യമുണ്ടായ ഒരു കാര്യം കയ്യിലെ പ്ലാസ്റ്ററും ഫോക്സ് വാഗൻ കാറുമായിരുന്നു. ഇതോടെ ഈ തിരോധാനങ്ങൾക്ക് പിന്നിൽ ടെഡ് എന്ന് വിളിപ്പേരുള്ള പ്ലാസ്റ്റർ ധരിച്ച ഫോക്സ് വാഗൻ കാറിലെത്തുന്ന ചെറുപ്പക്കാരനാണെന്ന് പോലീസിന് സംശയം തോന്നുന്നു. ഈ കുറ്റവാളിയെക്കുറിച്ച് ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും നോട്ടീസിലൂടെയും ജനങ്ങൾക്ക് വിവരം നൽകുകയും ദൃക്സാക്ഷികളെ കൊണ്ട് ഇയാളുടെ രേഖാചിത്രം വരച്ച് എല്ലായിടത്തും നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും പോലീസിന് ഇയാളെ കണ്ടെത്താനായില്ല. എവർഗ്രീൻ സ്റ്റേറ്റ് കോളേജിലെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ ഡോണ മാൻസർ എന്ന 19-കാരിയെയും തൊട്ടടുത്ത മാസം കാണാതായി. സൂസൻ എലൈൻ റാൻകോട്ട്, ലോറ ആൻ, ഡെബ്ര ജീൻ കെൻ തുടങ്ങിയ യുവതികളുടെ തിരോധാനത്തിനും പിന്നീടുള്ള മാസങ്ങൾ സാക്ഷിയാവുകയായിരുന്നു. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിനിടെ ടെഡ് ബണ്ടിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട നിരവധി പെൺകുട്ടികൾ വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. ഫോക്സ് വാഗൻ ബീറ്റലുള്ള കയ്യിൽ
പ്ലാസ്റ്റർ ഇട്ട ചെറുപ്പക്കാരനായിരുന്നു മിക്ക പെൺകുട്ടികളെയും സമീപിച്ചത്. ടെഡിയുടേതിന് സമാനമായ രേഖാചിത്രങ്ങൾ മിക്കയിടങ്ങളിൽ വന്നിട്ടും അയാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ വീണ്ടും കുറ്റകൃത്യം നടത്തിക്കൊണ്ടേയിരുന്നു. സോൾട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ മലമുകളിലെ പൊന്തക്കാട്ടിൽ നിന്ന് വേട്ടക്കാർക്ക് ഒരു യുവതിയുടെ മൃതദേഹം കണ്ടുകിട്ടുന്നു. ലൈംഗികാതിക്രമത്തിന് ഇരയായ ഒരു നഗ്നയായ മൃതദേഹമായിരുന്നു അത്. ഈ മൃതദേഹം കിട്ടി 1 മാസത്തിനുള്ളിൽ തന്നെ നഗരത്തിൽ നിന്ന് 40 മൈൽ അകലെയുള്ള ഫോക്ക് നദിക്കരയിൽ നിന്ന് മറ്റൊരു മൃതദേഹവും ലഭിച്ചു. ആ മൃതദേഹവും ബലാത്സംഗത്തിന് ഇരയായി നഗ്നയായിരുന്നു. നേരത്തെ കാണാതായ പെൺകുട്ടികളിൽ ഒരാളുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. മാരകമായ ആയുധം കൊണ്ട് തലയോട്ടിക്കേറ്റ ക്ഷതമായിരുന്നു മരണകാരണം. ഇതോടെയാണ് തിരോധാനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ സീരിയൽ കില്ലറാണെന്ന സംശയം ഉദിക്കുന്നത്. ടെഡിന്റെ അടുത്ത ഊഴം 17-കാരിയായ ടെബ്ര കെന്റ് ആയിരുന്നു. ടെബ്രയുടെ തട്ടിക്കൊണ്ടുപോകലോടെയാണ് അന്വേഷണം ടെഡ് ബണ്ടിയിലേക്ക് എത്തുന്നത്. യൂട്ടയിലെ ഹൈസ്കൂളിൽ നാടകത്തിനിടയിലാണ് ടെബ്രയെ കാണാതാകുന്നത്. പാർക്കിംഗ് സ്ലോട്ടിലെ അവളുടെ കാറിന്റെ അടുത്തുനിന്ന് കൈവിലങ്ങിന്റെ താക്കോൽ പോലീസിന് ലഭിച്ചിരുന്നു. ഇതേ കൈവിലങ്ങിന്റെ താക്കോൽ മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിനിടെ കണ്ടെടുക്കുന്ന കൈവിലങ്ങുമായി മാച്ച് ചെയ്യുന്നതായിരുന്നു. ടെബ്രയെ കാണാതാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ ശ്രമം നടന്നത്. അതോടെ ഈ 2 കേസുകൾക്കും പിന്നിൽ ഒരാളെന്ന നിഗമനത്തിലെത്തി. ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കരോൾ ഡെറോഞ്ച് എന്ന യുവതിയെ ഒരു യുവാവ് പോലീസുകാരനെന്ന് പരിചയപ്പെടുത്തി സമീപിക്കുന്നു. കരോളിന്റെ കാർ ആരോ കുത്തിത്തുറക്കാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ് അവളെ തന്റെ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന അയാൾ കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും അവളുടെ കയ്യിൽ ഒരു വിലങ്ങിടാൻ ശ്രമിക്കുന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുന്ന കരോളിനെ പിന്നാലെ ചെന്ന ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആയുധം കൊണ്ട് ആഞ്ഞിടിക്കാൻ അയാൾ ശ്രമിച്ചപ്പോഴേക്കും അതുവഴി ഒരു ബൈക്ക് യാത്രികൻ വന്നതിനാൽ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അവളുടെ കയ്യിൽ അവശേഷിച്ച ആ കൈവിലങ്ങുമായി നേരത്തെ കണ്ടെത്തിയ താക്കോൽ മാച്ച് ആയിരുന്നു. തട്ടിക്കൊണ്ടുപോകലിൽ നിന്നും രക്ഷപ്പെട്ട കരോൾ കൊടുത്ത വിവരണമാണ് പിന്നെ അന്വേഷണ സംഘത്തിന് വഴിത്തിരിവാകുന്നത്. തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചയാൾ ഓടിച്ചിരുന്നത് ഇളം നിറത്തിലുള്ള ഫോക്സ് വാഗൻ കാറാണെന്ന് അവൾ മൊഴി നൽകി. ആക്രമണത്തെ അതിജീവിച്ചവരും സംശയാസ്പദമായ സാഹചര്യത്തിൽ ബണ്ടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതിന് സാക്ഷിയായവരും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോക്സ് വാഗൻ കാറിൽ യാത്ര ചെയ്യുന്ന ഏകദേശം 6 അടിയോളം പൊക്കമുള്ള സുമുഖനായ യുവാവിലേക്കായി പോലീസിന്റെ അന്വേഷണം. വാഷിംഗ്ടണിലെയും യൂട്ടയിലെയും കൊളറാഡോയിലെയും പോലീസ് ഉദ്യോഗസ്ഥർ രാവന്തിയോളം ടെഡ് ബണ്ടിക്കായി തിരച്ചിൽ നടത്തി. എത്രയും പെട്ടെന്ന് അയാളെ പിടികൂടിയില്ലെങ്കിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് അവർക്ക് കൊലപാതകിയുടെ അരികിലേക്ക് എത്താൻ സാധിച്ചില്ല. 1975 ഓഗസ്റ്റ് 16 പുലർച്ചെ 1 മണിയോടടുപ്പിച്ച് സർജന്റ് ബോബ് ഹെർവാർഡ് സാൾട്ട് ലേക്കിന് പുറത്തുള്ള ഒരു പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുമ്പോഴാണ് പോലീസിന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കാറ് കാണുന്നത്. പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബണ്ടി കാറിന്റെ ലൈറ്റുകൾ ഓഫാക്കി വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി. ബണ്ടിയെ പിന്തുടർന്ന പോലീസ് ഒരു പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് അയാളെ പിടികൂടി. എന്തിനാണ് പോലീസിനെ കണ്ടപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന ചോദ്യത്തിന് വീട്ടിലേക്കുള്ള വഴി തെറ്റിയെന്നും അല്പം ധൃതി ഉണ്ടായിരുന്നുവെന്നുമായിരുന്നു ബണ്ടിയുടെ മറുപടി. എന്നാൽ സംശയം തോന്നിയ പോലീസ് ബണ്ടിയുടെ കാർ പരിശോധിച്ചു. സ്കീ മാസ്ക്, ചുറ്റികയ്ക്ക് സമാനമായ ഉപകരണങ്ങൾ, ടോർച്ച്, ഗ്ലൗസ്, കൈവിലങ്ങുകൾ, പ്ലാസ്റ്റിക് കയറുകൾ, ബാഗുകൾ, ബില്ലുകൾ തുടങ്ങിയ സംശയാസ്പദമായ സാധനങ്ങളായിരുന്നു കാറിൽ നിന്നും കിട്ടിയത്. ഇതേ തുടർന്ന് തങ്ങൾ അന്വേഷിക്കുന്ന തിരോധാന കേസിലെ പ്രതിയായിരിക്കാം ഇയാളെന്ന സംശയത്തിൽ ബണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബണ്ടിയുടെ അപ്പാർട്ട്മെന്റിൽ തിരച്ചിൽ നടത്തിയ പോലീസുകാർക്ക് യാതൊരുവിധ തെളിവുകളും ലഭിച്ചില്ല. എന്നാൽ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ടെഡ് ബണ്ടിയെ കരോൾ തിരിച്ചറിയുകയായിരുന്നു. ടെബ്ര ജീൻ കെന്റ് എന്ന പെൺകുട്ടിയെ യൂട്ടായിൽ വെച്ച് കാണാതായ ദിവസം ബണ്ടി അവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ടെന്ന ടെബ്രയുടെ സുഹൃത്തും മൊഴി നൽകി. എന്നാൽ ഈ 2 കേസുകളിലും തെളിവുകൾ അപര്യാപ്തമായ സാഹചര്യത്തെ തുടർന്ന് ബണ്ടി $15,000 കെട്ടിവെച്ച് ജാമ്യം നേടി. പുറത്തിറങ്ങിയെങ്കിലും ബണ്ടി കടുത്ത പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. താൻ നിരപരാധിയാണെന്നും അത് തെളിയിക്കുമെന്നുമായിരുന്നു അക്കാലത്ത് ബണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. സീരിയൽ കില്ലറിനെ തേടിയുള്ള അന്വേഷണം ശക്തമായതോടെ വാഷിംഗ്ടണിലെയും കൊളറാഡോയിലെയും ഉദ്യോഗസ്ഥരും ഇയാളെ ചോദ്യം ചെയ്യാൻ സിയാറ്റിലെത്തി. ബണ്ടിക്കെതിരെ നിരവധി പേർ രംഗത്തെത്തുകയും പോലീസിൽ മൊഴി നൽകുകയും ചെയ്തു. പെൺകുട്ടികളെ കാണാതായ ദിവസങ്ങളിൽ ബണ്ടി ആ പ്രദേശങ്ങളിൽ വന്നുപോയതായുള്ള വിവരം പോലീസിന് ലഭിച്ചു. അതിന് തെളിവായി കാറിൽ ഇന്ധനം നിറച്ച ബില്ലുകളും കണ്ടെത്തിയിരുന്നു. എന്നാൽ വിചാരണ വേളയിൽ ബണ്ടി കുറ്റം നിഷേധിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം വാഷിംഗ്ടണിലെയും കൊളറാഡോയിലെയും യൂട്ടയിലെയും 30ഓളം വരുന്ന ഉദ്യോഗസ്ഥർ ബണ്ടിക്കെതിരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തി.
കുറ്റം ചെയ്തത് ബണ്ടിയാണെന്ന ഭൂരിഭാഗം ഉദ്യോഗസ്ഥർക്കും ബോധ്യമായി. പക്ഷേ സാഹചര്യ തെളിവുകൾക്കപ്പുറം ശാസ്ത്രീയ തെളിവുകൾ കൂടി സംഘടിപ്പിച്ചാലേ ബണ്ടിയെ എന്നേക്കുമായി ഇരുമ്പഴികൾക്കുള്ളിലാക്കാൻ സാധിക്കൂ എന്ന് അവർക്ക് മനസ്സിലായി. 1976 ഫെബ്രുവരി 23-ന് വിചാരണ ആരംഭിച്ചു. താൻ നിരപരാധിയാണെന്ന പല്ലവി ആവർത്തിച്ച ബണ്ടി വിചാരണയെ വളരെ ലാഘവത്തോടെയാണ് കണ്ടത്. എന്നാൽ കരോൾ ഡിറോഞ്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചത് ബണ്ടിക്ക് തിരിച്ചടിയായി. തന്നെ ഭീതിയിലാഴ്ത്തിയ അക്രമിയെ ഒരിക്കലും മറക്കാനാകില്ലെന്നും പോലീസ് ഓഫീസറാണെന്ന് അവകാശപ്പെട്ടാണ് തന്നെ സമീപിച്ചതെന്നും കരോൾ പറഞ്ഞു. കരോൾ ആക്രമിക്കപ്പെട്ട സമയത്ത് എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു ബണ്ടിയുടെ മറുപടി. കേസിൽ ബണ്ടി കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് പ്രകാരം 1 വർഷം മുതൽ 15 വർഷം വരെ പരോളോടുകൂടിയ തടവിന് ശിക്ഷിച്ചു. ജയിലിൽ വെച്ച് ബണ്ടിയെ മനഃശാസ്ത്ര പരിശോധനയ്ക്ക് വിധേയനാക്കി. മാനസിക വിഭ്രാന്തിയില്ല. അതേസമയം സ്ത്രീകളോടുള്ള സമീപനത്തിൽ ബണ്ടിക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നായിരുന്നു നിഗമനം. കൊലപാതകങ്ങൾക്ക് പിന്നിൽ ബണ്ടിയാണെന്ന് നേരത്തെ ഉറപ്പിച്ചിരുന്ന പോലീസ് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. പോലീസ് പിടിയിലായതിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ അവസരത്തിൽ ബണ്ടി അയാളുടെ ഫോക്സ് വാഗൻ ഒരാൾക്ക് വിറ്റതായുള്ള വിവരം ലഭിക്കുന്നതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. കാർ കസ്റ്റഡിയിലെടുത്ത പോലീസ് സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള മുടിയിഴകൾ ലഭിച്ചു. അവ കൊല്ലപ്പെട്ടതും കാണാതെ പോയതുമായ 3 പെൺകുട്ടികളുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. മാത്രവുമല്ല, കൊല്ലപ്പെട്ട കാരിൻ ക്യാമ്പൽസിന്റെ തലയോട്ടിയിലെ പാടുകൾ ബണ്ടിയെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്ത ക്രോബാറിന്റെ ഇംപ്രഷനുകളാണെന്ന് തിരിച്ചറിഞ്ഞു. ഒക്ടോബർ മാസത്തിൽ കൊളറാഡോ പോലീസ് ക്യാമ്പലിന്റെ കൊലപാതകത്തിന് ബണ്ടിക്കെതിരെ കുറ്റം ചുമത്തി. വീണ്ടും കേസുകളുടെ വിചാരണ ആരംഭിച്ചപ്പോൾ ബണ്ടിക്കെതിരെ പോലീസ് കൃത്യമായ തെളിവുകൾ നിരത്തുകയും വധശിക്ഷ നേടിക്കൊടുക്കുകയും ചെയ്തു. അപ്പോഴും അയാൾക്ക് താൻ ചെയ്ത ക്രൂരമായ പ്രവൃത്തികളിൽ യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിരുന്നില്ല.